നമസ്കാരം. ഇന്ന് രാവിലെ എന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ചേട്ടന്റെയും ചേച്ചിയുടെയും മക്കൾ ഞങ്ങളെ കാണാൻ വന്നു. അവര് വീട് മാറിപ്പോവുകയാണ്, ഒരു ഫ്ലാറ്റിലേക്ക് അറിയിക്കുവാൻ വേണ്ടിയാണ് വന്നത്. അതിനൊരു കൊല്ലമേ ആയുള്ളൂ അവര് പഴയ വീട് പുതുക്കി വലുതായി പണ്ട് താമസം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു വർഷമേ ആയുള്ളൂ. അത് വീട് പണി നടക്കുന്ന സമയത്ത് അവരൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന് ഇത്രയും നല്ല വീട് മാറ്റി പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, കുട്ടികൾക്ക് ഇവിടെ വരുമ്പോൾ കളിക്കാനൊരു സാഹചര്യമില്ല. ഉടനെ അവര് ലാപ്ടോപ്പ് എടുക്കുന്നു, മൊബൈൽ എടുക്കുന്നു, മൊബൈലിന്റെ സമയം നോക്കിയിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അസ്വസ്ഥരാകുന്നു. ഫ്ലാറ്റിലായിരുന്നപ്പോൾ കുട്ടികളുള്ളത് കാരണം, വേറെ കളിക്കാനായിട്ട് കുട്ടികളുള്ളത് കാരണം വീട്ടിലേക്ക് വരാനേ താല്പര്യം ഉണ്ടായില്ല. പോയി വിളിച്ചു കൊണ്ടുവരണം ഹോംവർക്ക് ചെയ്യാൻ. ഹോംവർക്ക് ചെയ്ത് പഠിത്തം കഴിയുമ്പോഴേക്കും ക്ഷീണം കാരണം തളർന്ന് ഉറങ്ങിപ്പോകുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പലപ്പോഴും കാണാറുണ്ട് അച്ഛനമ്മമാര് ജോലി തിരക്കിൽ മൊബൈൽ എടുത്ത് കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്ത് അവരുടെ ജോലിയിൽ ഏർപ്പെടുന്ന കാണാറുണ്ട്. പണ്ടൊക്കെ നമ്മളുടെ കുട്ടികൾ, ഞാനൊക്കെ എന്റെ മോനൊക്കെ ഉണ്ടായ സമയത്ത് അവര് കാത്തിരിക്കും, ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും, കളിക്കാമ്മ കളിക്കാമ്മ എന്നിട്ട് ഞങ്ങൾ അവരോടൊപ്പം ഇരുന്ന് കളിക്കുന്നതൊക്കെ ഞാൻ ഓർത്തു പോവാണ്. ഇപ്പൊ അച്ഛനമ്മമാർക്ക് സമയമില്ല. കുട്ടികൾ കാത്തു നിൽക്കുന്ന അച്ഛനമ്മമാരെ അല്ല, ആ മൊബൈലിന് വേണ്ടിയാണ് അവർ കാത്തു നിൽക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അല്പം കരുണ കാണിക്കൂ. നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അതുപോലെ നിങ്ങൾ പെരുമാറൂ. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അവർ മുത്തച്ഛനെയും മുത്തച്ഛയും ഏൽപ്പിക്കൂ. നല്ല പോലെ അവർ കഥ പറഞ്ഞു കൊടുക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. അവർ ഈ മൊബൈലിന്റെ ലോകത്തേക്ക് അഡിക്റ്റ് ആവാതിരിക്കട്ടെ. അതിൽ നിന്നാണ് ഓരോ തരം കളികൾ അല്ലെങ്കിൽ അശ്ലീല വീഡിയോകളൊക്കെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നത് വരുന്നത്. കളിച്ച് വളരട്ടെ, പഠിച്ച് വളരട്ടെ, നല്ല കുട്ടികളായി വളരട്ടെ. എന്നാൽ മാത്രമേ നമ്മളുടെ മക്കളാണ് അവർ എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കുട്ടികൾക്ക് അവരുടെ എനർജി എക്സ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കൂ. വീട്ടിൽ തന്നെയാണെങ്കിലും നമുക്ക് ടേബിൾ ടെന്നീസ് കളിക്കാം, ക്യാരംസ് കളിക്കാം, ലൂഡോ കളിക്കാം, ഓടിക്കളിക്കാം, കണ്ണടച്ച് കളിക്കാം ഒക്കെ ഞാൻ എന്റെ മക്കളോടൊപ്പം ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ അച്ഛനമ്മമാർക്ക് ഇപ്പോഴും ചെയ്യാമല്ലോ. സോ പ്ലീസ് ബി ദ ബെസ്റ്റ് ഫ്രണ്ട്. വീഡിയോ ആവാതിരിക്കട്ടെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. പ്ലീസ് കൺസിഡർ ദിസ്.